അപ്പോൾ അങ്ങനെ ഒരു ഗുണമുള്ള കേസാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നതുകൊണ്ട് ഈ ചിമ്മിനിയുടെ കൂടെ ഒരു അടുപ്പ് ഫ്രീ എന്നൊക്കെ പറയുന്നത്, ഇതൊന്നും അടുപ്പ് ഫ്രീ ഒന്നും അല്ല. 1 ലക്ഷം രൂപയുടെ ചിമ്മിനിയും അടുപ്പും കൂടെ 50,000 രൂപയ്ക്ക് തരും. ആക്ച്വലി അതിന്റെ വില 25,000 വെച്ചേ ഉള്ളൂ. സ്റ്റൗവിൻ്റെ ഏറ്റവും വലിയൊരു ലുക്ക് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു ഹൈബ്രിഡ് ഡിസൈനാണ്. അതല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഫ്ലെക്സി ഡിസൈനാണ്. അതായത് ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ നമ്മൾ നല്ലൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിന്റെ കൂടെ നമ്മൾ അടുപ്പിന് 7 വർഷത്തെ വാറണ്ടിയും ചിമ്മിനിക്ക് 10 വർഷത്തെ വാറണ്ടിയും ഓഫ് കോഴ്സ് ഫ്രീ ആയിരിക്കും. ഈ ക്രൗൺ ഡീറ്റി എന്ന് ഇതിന് പേര് വരാൻ കാരണം ഈ പാൻ സപ്പോർട്ടിന്റെ ഡിസൈൻ തന്നെയാണ്. ഒരു കിരീടം പോലെ ഇരിക്കുന്ന ഒരു ഡിസൈൻ ആയതുകൊണ്ടാണ് ഇതിന് ആ ഒരു ഇത് വന്നത്. പക്ഷേ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇത് വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമർക്ക് അറിയാം. നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പോലും അതിനകത്ത് ആ കസ്റ്റമർക്ക് അത് വാല്യുബിൾ ആകണം, അവനത് ഉപയോഗിക്കാൻ പറ്റണം. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. സ്ഥാനം വെച്ച് നോക്കിയാൽ ഇത് 1ാം സ്ഥാനം കൊടുക്കേണ്ട സ്റ്റൗവാണ്. കാണാനുള്ള ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ലുക്ക് എനിക്ക് തോന്നുന്നു വേറെ ഞാൻ ഈ കാണിക്കാൻ പോണ ഒരു സ്റ്റൗവിനും ഇത്രയും ലുക്ക് വരുന്നില്ല. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പൊ പതിപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യാൻ രാവിലെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല കുക്ക് ടോപ്പ്, അതായത് ഹോബല്ല, ഏറ്റവും നല്ല കുക്ക് ടോപ്പ്. കുറെ ആൾക്കാർ അതെനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ വീഡിയോസിനടിയിൽ കമന്റ് ചെയ്യുന്നുണ്ട്, ചേട്ടാ 2025 കുക്ക് ടോപ്പ് ഏതാ നല്ലത്, അല്ലെങ്കിൽ മേളിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഗ്രാനൈറ്റ് കട്ട് ചെയ്യാതെ മേളിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റൗ ഏതാ നല്ലത് എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. ആക്ച്വലി അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഈ 2025 2024 ഇല്ല. ഇത് നമ്മൾ വീഡിയോയ്ക്ക് ഒരു ഒരു ബൂസ്റ്റപ്പ് കിട്ടാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ 2025 എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കുന്നതാണ്. അല്ലാതെ അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. അപ്പം അങ്ങനെ ചോദിക്കുന്നതിലും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ അങ്ങനെ പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ 2025 കുറെ സാധനങ്ങൾ ചിലപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരാറുണ്ട്, പക്ഷെ എല്ലാം ഒന്നും വിജയിക്കാറില്ല. ചില സാധനങ്ങളൊക്കെ ഭയങ്കര ഫ്ലോപ്പ് ആകാറുണ്ട്. അപ്പൊ ഞാനിപ്പോ പറയുന്നത് 2025 ഇറങ്ങിയ സ്റ്റൗവിന്റെ കാര്യമൊന്നുമല്ല, ഒരു 2-3 വർഷമായിട്ട് ഫീൽഡിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റൗ, അങ്ങനെ വേണം പറയാം അല്ലെ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റൗ. അതില് 3 സ്റ്റൗ ഞാൻ കാണിച്ചു തരാം. അതിൽ ഒരു സ്റ്റൗവിന്റെ ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ഇല്ല, അതുകൊണ്ട് ഒരു സ്റ്റൗവിന്റെ ബാക്കിയുള്ള എന്താ പറയുന്നത് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് തരാം. കോപ്പറേറ്റ് കിട്ടുമെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം. അപ്പം അതാണ് 3 സ്റ്റൗ, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന 3 സ്റ്റൗ, കംപ്ലൈന്റ് റേഷ്യോ കുറവുള്ളതും ഒക്കെ ആയിട്ടുള്ള 3 സ്റ്റൗ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്നാന്ന് പറഞ്ഞാൽ, നമുക്കിവിടെ ഒരു സംഭവം ഓഫർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തതിന്റെ ഭാഗം എന്ന് പറയുന്നത്, കുറെ ആൾക്കാർ നമ്മളുടെ അടുത്ത് ഇങ്ങനെ എക്സ്റ്റൻഷൻ വാറണ്ടി എന്ന് പറയുന്ന കാര്യം നമ്മളിവിടെ ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഉറക്കം വരുന്നു. എക്സ്റ്റൻഷൻ വാറണ്ടി എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഈ എക്സ്റ്റൻഷൻ വാറണ്ടി എമൗണ്ട് വരും, അതായത് പ്രൈസ് വരും. അതായത് നിങ്ങളിപ്പോൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 20,000 രൂപയുടെ സാധനം നിങ്ങൾക്ക് എല്ലായിടത്തും ഒരു 15,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ആ ഒരു 15,000 രൂപയുടെ കൂടെ നമ്മളൊരു എക്സ്റ്റൻഡഡ് വാറണ്ടിയുടെ എമൗണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മളിവിടെ പ്രോഡക്റ്റ് കൊടുക്കാറുള്ളത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെയാണ് ഈ 16 വർഷമായിട്ട് നമുക്കിവിടെ, 16 വർഷത്തിന് മേളിലായിട്ടാണ്, ഞാൻ ജസ്റ്റ് 16 എന്ന് പറയുന്നുള്ളൂ, 16 വർഷമായിട്ട് നമുക്കിവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്. അന്ന് മുതലേ നമ്മൾ ഹൈ ലെവൽ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്, ലോ ലെവൽ ബ്രാൻഡുകളും ചെയ്യുന്നുണ്ട്. ചില ബ്രാൻഡുകൾ നമ്മളുമായിട്ട് സിങ്ക് ആകാതെ വന്നതാണ് നമ്മൾ നിർത്തിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. നിർത്തിയ ബ്രാൻഡുകാരൊക്കെ ചിലരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് തപ്പി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മിക്കവാറും തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ പുതിയ ഷോപ്പ് വന്നപ്പോൾ കുറേ ബ്രാൻഡുകാർ നമ്മളുടെ നിന്ന് ഇട്ടിട്ട് പോയ ആൾക്കാരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇട്ടിട്ട് പോയതും വഴക്കുണ്ടാക്കി പോയവരും ഒക്കെ ഉണ്ട്. വഴക്കുണ്ടാക്കി പോയെന്ന് പറഞ്ഞാൽ വേറെ കാരണത്തിലൊന്നും അല്ല, നമുക്ക് സർവീസ് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ട്. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും, എനിക്കും സർവീസ് ഉണ്ട്. എനിക്ക് ഇവരുടെ സർവീസ് എനിക്ക് കൃത്യമായിട്ട് കിട്ടണം. അപ്പൊ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനും അൺസാറ്റിസ്ഫൈഡ് അല്ലേ. അപ്പം ഞാൻ പ്രശ്നം ഉണ്ടാക്കും, എനിക്ക് നിന്റെ സാധനം വേണ്ട എന്ന് പറയും. അത് തന്നെ സംഭവം. അപ്പൊ അങ്ങനെ പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അത് ഇനി എന്തെങ്കിലും ആട്ടെ, അത് ബിസിനസ്സുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം പറഞ്ഞു തന്നെയായിരുന്നു ഓഫറിന്റെ കാര്യം. അപ്പം നമ്മൾ ഇവിടെ ഓഫർ കൊടുക്കുന്നത് അങ്ങനെയാണ്. അതിന്റെ കൂടെ എക്സ്റ്റൻഷൻ വാറണ്ടി കൂടെ കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ അതിലും കിടക്കാച്ച ഒരു ഓഫർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസമായിട്ട് അതിന്റെ പിന്നിലായിരുന്നു അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള. അതായത് ഇത് നമ്മളൊരു സാധനം ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ
ആരും ഒരു സാധനം ഫ്രീ ആയിട്ട് കൊടുക്കത്തില്ല. ആക്ച്വലി എന്തെങ്കിലും ഒരു ലാഭം അവിടെ ഉണ്ടാവണം. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് ഒരു സാധനം വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാളും വില കുറച്ച് വേറൊരു സ്ഥലത്ത് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ ഈ വില ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ സ്ഥലത്ത് എന്തെങ്കിലും ഒരു നമുക്ക്, അതായത് എന്താ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടെങ്കിൽ നമ്മളത് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അതായത് നമുക്ക് എന്ത് ലാഭം അവിടെ നിന്ന് കിട്ടുമോ, നമുക്കത് ശരിയാണോ, നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതിനകത്ത് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നോക്കി അത് കിട്ടിയാൽ അന്നേരം എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് എൻ്റെ അടുത്ത് വരുന്ന ഒരു കസ്റ്റമർക്കും അത് അങ്ങനെ ലാഭം ഉണ്ടാവുമോ അല്ലെങ്കിൽ അങ്ങനെ ഗുണമുണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഗുണമുള്ള കേസാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നതുകൊണ്ട് ഈ ചിമ്മിനിയുടെ കൂടെ ഒരു അടുപ്പ് ഫ്രീ എന്നൊക്കെ പറയുന്നത്, ഇതൊന്നും അടുപ്പ് ഫ്രീ ഒന്നും അല്ല. 1 ലക്ഷം രൂപയുടെ ചിമ്മിനി അടുപ്പും കൂടെ 50,000 രൂപയ്ക്ക് തരും. ആക്ച്വലി അതിന്റെ വില 25,000 വെച്ചേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇല്ല. ഇതിനകത്തെല്ലാം ഇങ്ങനെ കിടക്കുന്ന കുറെ ഹൈഡായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഇങ്ങനെയാണ്, ഇനി അങ്ങോട്ട് ഇങ്ങനെ വരുള്ളൂ. നമ്മുടെ ലോകം അങ്ങനെയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞ് വഷളാവുന്നൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഓഫർ എന്നാന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോണം. ഈ വീഡിയോ പ്രസന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ എയറിൽ കയറുന്ന അന്നേരം മുതൽ, എയറിൽ കയറുന്ന മറ്റേ വൈറൽ എയറിലല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, അപ്ലോഡ് ചെയ്യുന്ന ആ സമയം മുതൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വിശദമായിട്ടുള്ള ഡീറ്റെയിൽ അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷേ കണ്ടീഷൻ സപ്ലൈ ആണ്. കണ്ടീഷൻ സപ്ലൈ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളെ കുഴയ്ക്കുന്ന കണ്ടീഷൻ സപ്ലൈ ഒന്നുമില്ല. ഈ എമർജൻസി ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ വേണമെന്ന് പറയുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവര് ഈ ഒരു ഇത് ഇപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന ഓഫറിലേക്ക് കയറണ്ട, കിട്ടത്തില്ല. അത് മാത്രം നോക്കിയാൽ മതി. എമർജൻസി അല്ല, നിങ്ങൾക്ക് ബാക്കിയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് കയറാം. സസ്പെൻസ് ഒന്നും ഇടുന്നില്ല. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വില, അതായത് ഏറ്റവും നല്ലൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിന്റെ കൂടെ നമ്മള് അടുപ്പിന് 7 വർഷത്തെ വാറണ്ടിയും ചിമ്മിനിക്ക് 10 വർഷത്തെ വാറണ്ടിയും ഓഫ് കോഴ്സ് ഫ്രീ ആയിരിക്കും. അതായത് 1 രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ നിങ്ങൾക്ക് തരും. ഇതൊരു ലിമിറ്റഡ് ഓഫറാണ്. ദൈവത്തെ ഓർത്ത് ഇത് ഉള്ള കാലം ഉണ്ടെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കേണ്ട. ഒരു ലിമിറ്റഡ് ഓഫറാണ്. നമുക്ക് ഇതിനൊരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് അച്ചീവ് ആയി കഴിഞ്ഞാൽ സംഗതി ക്ലോസ് ചെയ്യും. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ചേട്ടാ നാളെ കൂടെ കാണുള്ളൂ, റെഡിയാക്കി തരാം, അങ്ങനെ ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ പ്രൊസീഡിലേക്ക് പോവുക, വിളിക്കുക, കാര്യങ്ങൾ അന്വേഷിക്കുക, ചെയ്യുക, പോവുക, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട്ട് ഒരു കേസും ഇല്ല. പിന്നെ ഭയങ്കര എമർജൻസി ആയിട്ടിരിക്കുന്നവർ, അതായത് നാളെ ഹൗസ് വാമിംഗ് കഴിയട്ടെ, എനിക്ക് ഇന്ന് കിട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നവർ വരണ്ട. കാരണം ഒന്നാമത് നമ്മളിവിടെ വിൽക്കുന്ന പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് ഭയങ്കര കിട്ടാൻ ബുദ്ധിമുട്ടുള്ള മോഡലുകൾ വരെ ഇവിടെ നമ്മൾ വിൽക്കുന്നുണ്ട്. പിന്നെ അറിയാലോ, ഓൺലൈൻ ഇതാണ്, യൂട്യൂബാണ്, ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാം ഹാൻഡിൽ ചെയ്യണം നമുക്ക്. അപ്പം നമുക്ക് നമ്മുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ആരും പിടങ്ങിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പം ദൈവത്തെ ഓർത്ത്. പിന്നെ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കോൾ ചെയ്യാതെ മാക്സിമം മെസ്സേജ് അയക്കാൻ നോക്ക്. കോൾ ചെയ്താൽ എനിക്ക് എല്ലാ സമയത്തും എടുക്കാൻ പറ്റുന്ന വരത്തില്ല. ചില സമയങ്ങളിൽ ഇവിടെ കസ്റ്റമർ ഉണ്ടെങ്കിൽ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വരില്ല. അപ്പം നിങ്ങൾ കോൾ ചെയ്യാതെ കാരണം എല്ലാ കോളിലും വരുന്നത് എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഇപ്പൊ നിങ്ങളൊരു കോൾ വിളിച്ച് നിങ്ങളുടെ ഫോണിലേക്ക് എനിക്ക് ചിലപ്പോൾ ഇത് വാട്സാപ്പിൽ ഒരു മെസ്സേജ് റീസെൻഡ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് വരില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ അതിനകത്ത് ചിലതൊക്കെ വാട്സാപ്പ് ഇത് ചെയ്യാത്ത കോളുകളായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മറുപടി കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ദിവസം വൈകിട്ടാണെങ്കിലും നിങ്ങൾക്ക് മറുപടി തന്നിരിക്കും. തരാതെ നമ്മൾ ഒരിക്കലും ഇരിക്കത്തില്ല. ചിലരൊക്കെ ഇത് പിണങ്ങിയിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എന്തിനാ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളൊരു ഡൗട്ട് ചോദിച്ചാൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരും. നിങ്ങളൊരു പർച്ചേസിനെ വരുന്നെങ്കിൽ നമ്മളെ ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന കേസാണ് നമ്മളത് ചെയ്തു തരും. അപ്പം പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിലവിൽ ഇന്ന് വരെ ബുക്ക് ചെയ്തിട്ടുള്ള ചേട്ടന്മാരോടാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഓഫറിലേക്ക് വേണമെങ്കിൽ പോകാം, പക്ഷെ അത് നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഓഫറുകൾ സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അതിനനുസരിച്ചാണ് സെറ്റ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വേറെ രീതിയിലല്ല നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഈ നിലവിൽ ബുക്ക് ചെയ്ത ചേട്ടന്മാരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പിണങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മാന്യമായ ഓഫർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് മേളിൽ വേറെ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, ആരും ഒരു കാര്യം വെറുതെ കൊടുക്കത്തില്ല. എനിക്ക് സത്യം പറഞ്ഞു വിട്ടാൽ മതി. ഞാൻ സത്യസന്ധനാണെന്നൊന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയുക. നാളെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. അതിനാണ് നമ്മളുള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയുന്നത്.
അപ്പം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ വാല്യൂബിൾ ആണ് ഇവർക്കും കൊടുക്കുന്നത്. ഇവർക്കും വേറൊരു കണ്ടീഷൻ കാണും, നിങ്ങൾക്ക് ഒരു കണ്ടീഷൻ കാണും എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ കണ്ടീഷൻ പോലെ മറ്റേ വാറണ്ടിക്ക് വരുമ്പോൾ അയ്യോ ഇതിന് വാറണ്ടി ഇല്ല കേട്ടോ, അതിന് ആ മോഡലിന് വാറണ്ടി ഇല്ല, ഈ മോഡലിന് വാറണ്ടി ഉള്ളു, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഫുൾ വാറണ്ടിയാണ്. ചിമ്മിനിക്ക് ഫുൾ വാറണ്ടിയാണ്. നിങ്ങൾ ഗ്ലാസ് പൊട്ടി എന്ത് പൊട്ടിയാലും നമ്മൾ തരും. പിന്നെ ഇത് കേൾക്കുന്ന കമ്പനിക്കാരോട് എനിക്ക് പറയാനുള്ളത്, ചില കമ്പനിക്കാർ ചൊറിയാൻ വരുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ 1 ഇയറിൽ വരുന്ന ഇഷ്യൂസിന് മാത്രമേ നമ്മൾ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാറുള്ളൂ. അതിനുശേഷം വരുന്ന ഒരു കാര്യത്തിന് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. നിങ്ങൾ പറയുന്ന പൈസ ഞാൻ ഇവിടെ നിന്ന് എണ്ണി തരുന്നുണ്ട്. അതുകൊണ്ട് കമ്പനി കയറി ഇതിനകത്ത് ചൊറിയാൻ വേണ്ട. ഒരു കമ്പനി എല്ലാവരോടും കൂടെ പറയുന്നത്, ഞാനിവിടെ വിൽക്കുന്ന ഒരു കമ്പനിക്കാരും ഞാൻ ഈ ചെയ്യുന്ന വാറണ്ടിയിലോ ഇത് ഞങ്ങളുടെ സ്വന്തം ഞങ്ങള് സർവീസിൽ ഞങ്ങളെ അറിയുന്ന സർവീസിലായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കമ്പനിക്കാരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ അറിയുന്ന സർവീസ് ഫീൽഡിലാണ് അറിയുന്നത്. അല്ലാതെ നമ്മൾ മറ്റുള്ള വലിയ വലിയ ഷോപ്പുകളെ പോലെ വിൽക്കുന്ന രീതിയിലല്ല നമ്മളെ കാണുന്നത്. സർവീസ് കണ്ടോണ്ടാണ് നമ്മുടെ ഇവിടെ എല്ലാ കസ്റ്റമേഴ്സും വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ സർവീസിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ 1 ഇയർ നിങ്ങൾ തരേണ്ട ഇതുണ്ട്. ആ 1 ഇയറിൽ പോലും നിങ്ങൾ പ്രോപ്പറായിട്ട് സർവീസ് തരുന്നില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? അതെ, ഇത് അല്ലെന്ന് എന്റെ മുഖത്ത് നോക്കി ഒരാളും പറയത്തില്ല. കാരണം എനിക്ക് പല അനുഭവങ്ങളും, മോശം അനുഭവങ്ങൾ എല്ലാ സർവീസ് സെന്ററിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സർവീസ് സെന്ററുകാരും കയറി ചൊറിയാൻ വരണ്ട, കമന്റ് ഇടാനും വരണ്ട. അതുകൊണ്ട് കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വാറണ്ടി തരുന്നത് നമ്മുടെ കമ്പനിയാണ്. അതായത് സ്റ്റൗ ഗാലറി എന്ന് പറയുന്ന ഫെയിമിലാണ് നിങ്ങൾക്ക് വാറണ്ടി കിട്ടുന്നത്. ഡു ഇറ്റ് ഓൾ എന്ന് പറയുന്ന ബ്രാൻഡാണ് നിങ്ങൾക്ക് വാറണ്ടി തരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് വിളിക്കുക, കാര്യങ്ങൾ വിളിക്കുക. അല്ലാതെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തോട്ടും വരരുത്. കാരണം നമ്മളിവിടെ നമ്മളുടെ വാറണ്ടിയാണ്. അത് എല്ലാവർക്കും അറിയാം, ഞങ്ങളെ അറിയാവുന്നവർക്ക് അറിയാം. ഇത്രയോ വർഷമായിട്ട് ഏറ്റവും വലിയ മുന്തിയ ബ്രാൻഡുകാരുടെ അടുത്ത് പോലും നമ്മൾ ഒരു സാധനത്തിനും പോയിട്ടില്ല. ഒരു ബർണർ പോയാൽ പോലും നിങ്ങൾ ബർണർ തരാമെന്നും പറഞ്ഞ് നമ്മൾ നെറ്റി പോയിട്ടില്ല. കാരണം നമുക്കിവിടെ നമ്മളൊരു സാധനം വിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻ നമ്മളിവിടെ കാണാൻ നമ്മളൊരു കാര്യം ചെയ്യത്തില്ല. പിന്നെ കമ്പനിക്കാരോട് ഞാൻ പറയുന്നത്, കമ്പനിക്കാർക്ക് നിങ്ങൾക്ക് 1 വർഷത്തെ റെസ്പോൺസിബിലിറ്റി, അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അത് എന്ത് കേസാണ്, അതിനി എന്നാ കോടതി കയറേണ്ട വന്നാലും നമ്മൾ കയറുകയും ചെയ്യും. അപ്പോൾ അതും ഓർക്കുക. അല്ലാതെ നിങ്ങൾ അതൊരു മോശപ്പെട്ട കാര്യമാണ്. ഈ 1 വർഷം വാറണ്ടിയിൽ അത് തരില്ല ഇത് തരില്ല എന്നൊക്കെ പറയുന്നത്. 1 വർഷം പ്രോഡക്റ്റ് വാറണ്ടി എല്ലാ കമ്പനിക്കും ഉണ്ട്. അത് തന്നേ പറ്റുള്ളൂ. അത് ആരായാലും, ഏത് കമ്പനിക്കാരനായാലും. അല്ലാത്ത പക്ഷം നമ്മൾ ആ സാധനം ഇവിടെ വിൽക്കത്തുമില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. ഇതാണ് സംഭവം. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പ്രൈസിൽ, ഏറ്റവും നല്ല പ്രൈസിൽ നമ്മൾ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇന്ന് മുതൽ, അതായത് ഈ വാറണ്ടി ഇത് ലോഡ് ചെയ്യുന്ന മുതൽ അതിനകത്ത് എക്സ്റ്റൻഷൻ വാറണ്ടി ഫ്രീ ആയിരിക്കും. 1 രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് എക്സ്റ്റൻഷൻ വാറണ്ടിക്ക് നമ്മൾ വാങ്ങിക്കത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇതൊരു ലിമിറ്റഡ് ഓഫറാണ്. നിങ്ങൾ ഭയങ്കര ലേറ്റ് ആയിട്ടൊക്കെ വന്നിട്ട് ചേട്ടാ എനിക്കത് കിട്ടണം, എനിക്ക് ഇത്ര ദിവസം കഴിഞ്ഞ ശമ്പളം കിട്ടുള്ളൂ, ഇതൊന്നും നമുക്ക് ഇതിനകത്ത് ബാധകമല്ല. അങ്ങനെ ഒരാളെ നമുക്ക് എന്താ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് മാറ്റി അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. ഇത് വഴി സൈഡിലെ കച്ചവടമല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിങ്ങനെ പറയുന്നു എന്നും പറഞ്ഞിട്ട് നമ്മളെ തീർത്ത് വന്ന് അവൻ എനിക്ക് തന്നോളൂ അല്ലെങ്കിൽ ചെയ്തോളൂ, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ദൈവത്തെ ഓർത്ത്. കാരണം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളത് അതിന് പ്രൊസീഡ് ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലും വരട്ടെ, അന്നേരം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ വിചാരിച്ചാൽ പോരെ. ഈ മറ്റേ കാത് കുത്തിയാൻ പോയാൽ കടുക്കനിട്ടാൻ വരും എന്ന് പറയത്തില്ല എന്ന് പറഞ്ഞോട്ടെ. ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അടുത്ത വലിയൊരു സാധനം വേറെ വരും. ഇതൊരു ബിസിനസ് അല്ലേ. എപ്പോഴും ഇങ്ങനെ ഈ തലയ്ക്കകത്ത് ഇതൊക്കെ തന്നെയാണ് ചിന്ത. എങ്ങനെ കസ്റ്റമർക്ക് നല്ല രീതിയിൽ, ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. അല്ലാതെ എങ്ങനെ കസ്റ്റമറെ ഊമ്പിച്ച് സാധനം കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന് ഞാൻ ചിന്തിക്കാറില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങളുടെ വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമർക്ക് അറിയാം. നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പോലും അതിനകത്ത് ആ കസ്റ്റമർക്ക് അത് വാല്യുബിൾ ആകണം, അവനത് ഉപയോഗിക്കാൻ പറ്റണം. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പം ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം 3 സ്റ്റൗ അതിനകത്ത് ഞാൻ ഇത് മെയിനായിട്ട് ഇത് പറയാനാണ് വന്നത്. അപ്പൊ പിന്നെ എന്നാ പിന്നെ ഒരു കണ്ടന്റ് കൂടെ ആയേക്കാന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 3 സ്റ്റൗ, അതായത് മേളിൽ നമ്മുടെ ഗ്രാനൈറ്റിന് മേളിൽ വെക്കാൻ പറ്റുന്ന 3 സ്റ്റൗ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നല്ല സ്റ്റൗ, അത് ഇയർലി ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പം നോക്കാം. ബൈ. അപ്പം എന്റെ ബാക്കിലിരിക്കുന്ന ഈ സ്റ്റൗ ആണ് നമ്മുടെ 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. അതായത് വേറൊന്നുമല്ല, ഇത് ഫേബറിന്റെ നിയോസ് DLX എന്ന് പറയുന്ന സ്റ്റൗ ആണ്. ഈ സ്റ്റൗവിന് കുറച്ചേറെ പ്രത്യേകതകളുണ്ട്, എന്നാൽ കുറച്ചേറെ മൈനസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ 3ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന സ്റ്റൗ ഇതാണ്.
അപ്പം നമുക്ക് സ്റ്റൗവിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസിലേക്ക് പോകാം. അപ്പൊ ഫേബറിന്റെ നിയോസ് DLX എന്ന് പറയുന്ന സ്റ്റൗ ഇതാണ്. ഇത് നമ്മൾ ആക്ച്വലി സ്ക്രീനിലാണ് നിങ്ങളെ കാണിക്കുന്നത്, നമ്മുടെ ഇവിടെ ഡിസ്പ്ലേ ഇല്ല, അതുകൊണ്ടാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പൊ ഈ സ്റ്റൗ കാണുമ്പോൾ ചിലർക്കെങ്കിലും ഓർമ്മ വരുന്ന വേറൊരു ബ്രാൻഡും കൂടെ ഉണ്ടായിരിക്കും. ഏതാന്ന് പറയാമോ? ഇത് നമ്മുടെ ബ്ലോ ഹോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിലും ഇതേ സെയിം സ്റ്റൗ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബ്ലോ ഹോട്ടിൻ്റെ ഇത് പറഞ്ഞത്. പക്ഷേ ബ്ലോ ഹോട്ടിൽ ഇഗ്നേറ്ററിന് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഇഗ്നേറ്റർ കുറച്ചുകൂടെ സ്റ്റേബിളാണ്, കുറച്ചുകൂടെ സ്ട്രെങ്തബിൾ ആണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്നാന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു സ്ലിം ഡിസൈനാണ്. അതായത് നമ്മൾ 904 എലിക്കാടെ 904 ഒക്കെ പോലെ സ്ലിം ഡിസൈനാണ്. ഇതിൻ്റെ ഒരു കാണാനുള്ള ഒരു ഫുള്ള് അപ്പിയറൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ 3 സ്റ്റൗ ഞാൻ സെലക്ട് ചെയ്ത 3 സ്റ്റൗവിൽ കാണാൻ ഭംഗിയുള്ള സ്റ്റൗ ഇത് തന്നെയാണ്, നോ ഡൗട്ട്. പക്ഷേ എന്നാൽ കുറച്ച് ഡ്രോബാക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് 3ാം സ്ഥാനത്തിലേക്ക് വന്നതിൻ്റെ കാര്യം. അതുകൊണ്ട് ഫേബറിൻ്റെ ആരാധകർ എന്നോട് വിരോധമൊന്നും കാണിക്കണ്ട, അതാണ് സംഭവം. പക്ഷേ നല്ല സ്റ്റൗ അല്ല, നല്ല സ്റ്റൗ ആണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോബിനെ കുറിച്ച് തന്നെ ഫസ്റ്റ് പറയാം. നോബ് ഒരു എലഗൻറ്റ് ഡിസൈനാണ്. അതായത് നമ്മൾ പ്രീമിയം ബ്രാൻഡുകളിലൊക്കെ വരുന്ന പോലത്തെ ഗ്രിപ്പായിട്ടുള്ള സൈഡും അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷുമാണ് നോബിന് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് പിടിക്കുമ്പം തന്നെ നോബിൽ പിടിക്കുമ്പം തന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ച് നമുക്കൊരു ഫീല്, അതായത് നമ്മളിത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്കൊരു ഫീല് കിട്ടുന്ന ആ ഒരു ടൈപ്പ് നോബാണ് ഇതിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം വിലയുള്ള നോബാണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തത് നമ്മുടെ ഇതിൻ്റെ പാൻ സപ്പോർട്ടാണ്. ഏറെക്കുറെ ആൾക്കാരെങ്കിലും സ്ക്വയർ പാൻ സപ്പോർട്ടിനോട് ആരാധകരാണ്. അതായത് സ്ക്വയർ പാൻ സപ്പോർട്ടുള്ള സ്റ്റൗ വേണമെന്നും പറഞ്ഞാണ് കൂടുതലും ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്വയർ പാൻ സപ്പോർട്ട് അത്യാവശ്യം ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാൻ സപ്പോർട്ടാണ് സ്ക്വയർ. പിന്നെ ഇതൊരു കാസ്റ്റ് ആൻഡ് പാൻ സപ്പോർട്ട് അല്ല, ഒരു ഹെവി പാൻ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുരുമ്പെടുക്കുന്ന ആ ഒരു അവസ്ഥയൊന്നും ഈ ഒരു പാൻ സപ്പോർട്ടിന് ഉണ്ടാവാൻ ചാൻസ് വളരെ റെയറാണ്. പിന്നെ ഇത് ഓട്ടോ ഇഗ്നിഷനും നോൺ ഓട്ടോയിലും ലഭ്യമാണ്. ഓട്ടോ ഇഗ്നിഷൻ വരുമ്പോഴത്തേക്കിനും ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് ഓട്ടോ ഇഗ്നിഷൻ വരുന്നത്. ഇത് 3 ബർണർ, 4 ബർണർ, അതുപോലെ തന്നെ 90, അതുപോലെ തന്നെ 75 എന്നീ അളവുകളിലൊക്കെ ഇത് ലഭ്യമാണ്. ഡിപ്ട്രേ, അതായത് ഡിപ്ട്രേ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഡിപ്ട്രേ. അടുത്ത വരുന്ന മോഡലുകളിലേക്ക് നമുക്കിവിടെ ഡിസ്പ്ലേ ഉണ്ട്. അപ്പം ഞാനത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. ഇതിൻ്റെ ഡിപ്ട്രേ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ തുരുമ്പെടുക്കുന്ന ആ ഒരു ടെൻഡൻസി ഇതിന് വളരെ കുറവായിരിക്കും. പക്ഷേ നിയോസ് 2 മോഡലുണ്ട്. ഇതിൻ്റെ നോർമൽ ബർണർ വരുന്ന ഒരു നിയോസ് ഉണ്ട്. അതിൽ വരുമ്പോഴത്തേക്കിനും അതിൻ്റെ ഡിപ്ട്രേ വരുന്നത് ഒരു ക്രിസ്റ്റൽ ഡിസൈനാണ്. അതായത് പൗഡർ കോട്ടാണ് എങ്കിൽ പോലും ഇതൊരു ഡയമണ്ട് ഡിസൈൻ എന്ന് പറയുന്നത്. അതിന് ഡയമണ്ട് കോട്ടഡ് എന്ന് പറയും. അതായത് നല്ല തിളക്കമുള്ള ഒരു പൗഡർ കോട്ടാണ് അതിന് വരുന്നത്. പക്ഷേ അത് തുരുമ്പെടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ തുരുമ്പെടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇതിൽ ഈ ഒരു മോഡലാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഇതിൽ തുരുമ്പെടുക്കാനുള്ള ചാൻസസ് 0 ആണ്. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുകൊണ്ട് തന്നെ തുരുമ്പെടുക്കുന്ന ഒരു അവസ്ഥ വരില്ല. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ഭാഗമാണ്, അതായത് ബർണർ. ഈ ബർണർ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ബ്ലോ ഹോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിലായിരിക്കും. അവരാണ് ഈ ബർണറിൻ്റെ ഏറ്റവും കൂടുതൽ സ്റ്റൗകൾ ഇറക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ബർണർ കാണാൻ നല്ല ലുക്ക് വൈസ് അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഈ ബർണറിൻ്റെ ടോപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമൽ ടോപ്പ് ഇതിൽ സൂട്ടാകാതെ വരുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പ് തന്നെ വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവർ ഈ മിക്സിംഗ് ട്യൂബ് സെലക്ട് ചെയ്ത സമയത്ത് നമുക്ക് അത് ഓരോ കമ്പനി ഡിസൈൻ ചെയ്യുന്നതിൻ്റെയാണ്. ഇപ്പം നമ്മൾ പല ബ്രാൻഡുകളിലും ഇതുപോലത്തെ ബർണർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമൽ ബർണർ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ ഞാൻ പല വീഡിയോസിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ നാളെ ഇത് ലോക്കലി അവൈലബിൾ ആയില്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു നോർമൽ കസ്റ്റമർ എന്ന നിലയ്ക്ക് വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ അവർ കമ്പനിയൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാറ്റി വെക്കാം, സ്വന്തമായിട്ട് തന്നെ മാറ്റി വെക്കാം എന്നുള്ള ആൾക്കാണെങ്കിൽ ഈ ഒരു ഡയ അറിഞ്ഞാൽ മാത്രം മതി, നമ്മുടെ നോർമൽ ബർണർ ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് നോർമൽ ബർണർ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല
പറ്റില്ല എന്നുള്ളത് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ലുക്ക് വൈസ് അടിപൊളി സ്റ്റൗവാണ്. വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. നോസിൽ പുറയിലാണ് വരുന്നത്, റിവോൾവിംഗ് നോസിലാണ് വരുന്നത്, ബാറ്ററി ഓപ്പറേറ്റഡ് ഇഗ്നേറ്ററാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഇത് 3ാം സ്ഥാനത്തേക്ക് വന്നത്. കാരണം ഇത് നമ്മൾ കാണാനുള്ള ഭംഗി മാത്രം നോക്കിയാൽ പോരാ, ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഭാവിയിൽ നമുക്ക് ഉപകാരപ്രദവും കൂടെ ആകണം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും സ്റ്റൗവിൽ പറയുന്നത്. പക്ഷേ കാണാനുള്ള സ്ഥാനം വെച്ച് നോക്കിയാൽ ഇത് 1ാം സ്ഥാനം കൊടുക്കേണ്ട സ്റ്റൗവാണ്. കാണാനുള്ള ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ലുക്ക് എനിക്ക് തോന്നുന്നു വേറെ ഞാൻ ഈ കാണിക്കാൻ പോണ ഒരു സ്റ്റൗവിനും ഇത്രയും ലുക്ക് വരുന്നില്ല. അപ്പം അതൊരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ബർണറിൻ്റെ ഒരു ഡ്രോബാക്ക് കാരണമാണ് നമുക്കിത് 3ാമത്തെ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ബർണർ കാണാനൊക്കെ അടിപൊളിയാണ്. കമ്പനി ബർണർ തന്നെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, കമ്പനി ബർണർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഫേബറിൻ്റെ ബർണർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇവരുടെ ബർണറുണ്ട്, എന്താ സൺഷൈൻ്റെ ബർണറുണ്ട്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ബ്ലോ ഹോട്ടിൻ്റെ ബർണറുണ്ട്. ബ്ലോ ഹോട്ടിൻ്റെ ബർണർ ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ കിട്ടത്തൊന്നുമില്ല, അത് വേറൊരു സത്യം. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം. പക്ഷേ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു നോർമൽ ബർണർ അറ്റാച്ച് ചെയ്യാൻ പറ്റിയാൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. പക്ഷേ ഇതിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല. പക്ഷേ എങ്കിലും അടിപൊളി സ്റ്റൗവാണ് വാങ്ങിക്കാനുള്ളവർക്ക്. അതായത് ഒരു എലഗൻറ്റ് ലുക്കായിട്ടുള്ള ഒരു അടിപൊളി സ്റ്റൗ വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ ഫേബറിൻ്റെ നിയോസ് DLXിലേക്ക് നിങ്ങൾക്ക് പോകാം. ഒരു ഇതും നോക്കണ്ട, അടിപൊളിയായിരിക്കും. പിന്നെ കമ്പനി ഇതിൻ്റെ ഗ്ലാസ്സിന് 7 വർഷമാണ് കമ്പനി വാറണ്ടി പറയുന്നത്. ഈ കമ്പനി വാറണ്ടിയെക്കുറിച്ച് ഞാൻ അധികം പറയാത്ത എന്നാന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാവും എന്ന് നമുക്കറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. പിന്നെ 2 ഇയർ ആണ് നോർമൽ വാറണ്ടി വരുന്നത്. 5 ഇയർ ബർണറിനും വാറണ്ടി കൊടുക്കുന്നുണ്ട്, കമ്പനി തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റൗവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റൗവിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അടുത്ത 2ാമത്തെ സ്ഥാനം കൈയടക്കിയിരിക്കുന്ന സ്റ്റൗവ് എലീക്ക എന്ന് പറയുന്ന സ്റ്റൗവാണ്. ഇത് നമ്മുടെ ഇവിടെ ഡിസ്പ്ലേ ഇട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഗ്രാനൈറ്റ് കട്ട് ചെയ്യാതെ വെക്കുന്ന എലീക്കയുടെ സ്റ്റൗവാണ് പിന്നെ 2ാമത്തെ സ്ഥാനത്തിൽ വരുന്നത്. അതിന് ഡ്രോബാക്കും ഉണ്ട്, അല്ലാതെ 2 ഇതുണ്ട്, നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. എലീക്ക എന്ന് പറയുന്ന ക്രൗൺ DT എന്ന് പറയുന്ന സീരീസിൽ വരുന്നത്, അതായത് CT വെട്രോ ക്രൗൺ DT. അതിനകത്ത് 773 ഉണ്ട്, 904 ഉണ്ട്, അതുപോലെ തന്നെ 604 ഉണ്ട്, 603 ഉണ്ടെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ ചിലവാകുന്ന സ്റ്റൗ എന്ന് പറയുന്നത് ഈ 904ഉം 773ഉം ആണ്. അതായത് 75 സെൻറ്റിമീറ്ററിൽ 3 ബർണർ വരും, 90 സെൻറ്റിമീറ്ററിൽ 4 ബർണർ വരും. അതാണ് ഏറ്റവും കൂടുതൽ ശരിയാകുന്നത്. പക്ഷേ പേഴ്സണലി എനിക്കിഷ്ടമുള്ളത് 90 സെൻറ്റിമീറ്റർ ആണ്. കുറച്ച് ലുക്ക് വൈസ് ഒക്കെ അടിപൊളിയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം. അപ്പം ഈ സ്റ്റൗവിനെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റൗവും കൂടെയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമുള്ള സ്റ്റൗവാണ്. പക്ഷേ എങ്കിലും ഇതിൽ കുറച്ച് ഡ്രോബാക്കുകളുണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നേരെ നമുക്ക് ഈ സ്റ്റൗവിലേക്ക് പോകാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഫേബറിൻ്റെ പോലെ തന്നെ അങ്ങനത്തെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെയാണ് ഇതിന് വരുന്നത്. കാരണം ഇതിൻ്റെ സ്ലിം ആയിട്ടുള്ള ഡിസൈനാണ്. ആക്ച്വലി ഇതിൻ്റെ ഫ്രെയിം എല്ലാം വരുന്നത് ഫേബറിൻ്റെ ഇതിൻ്റെ സെയിം ഫ്രെയിമും കാര്യങ്ങളുമാണ് വരുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്രമേ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് വൈസ് എന്ന് പറയുന്നത് ഈ കാണാനുള്ള ഷോ തന്നെയാണ്. ഫേബർ പോലെ തന്നെ കാണാനുള്ള ഷോ, അതായത് നല്ല താന്ന് കിടക്കുന്നത്. പക്ഷേ ഫേബറിനെക്കാളിലും ഇതിനൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് റൗണ്ട് ഡിസ്പ്ലേ അല്ല, സ്ക്വയർ ഡിസ്പ്ലേ അല്ല, ഇതിന് റൗണ്ടാണ് വരുന്നത്. ഫേബറിന് വരുമ്പോൾ സ്ക്വയർ വരും. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് നോബിലേക്ക് പോകാം. ഇത് മെറ്റൽ നോബാണ് വരുന്നത്. ഫേബറിന് വരുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് കാണിച്ചിരുന്നു, ഇതുപോലത്തെ ഒരു നോബാണ് ഫേബറിന് വരുന്നത്. കുറച്ചും കൂടെ കൂടിയൊരു നോബാണ്. അത്രയും കൂടിയതല്ലെങ്കിലും ഇത് കുറച്ച് നല്ലൊരു നോബ് തന്നെയാണ്, മെറ്റൽ നോബാണ്. പക്ഷേ പ്ലാസ്റ്റിക് ഫിനിഷാണ്, ബ്ലാക്ക് ഫിനിഷാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫേബറിന് വരുമ്പോഴത്തേക്കിന് സിംഗിൾ ഡിപ് ട്രേ ആണ് വരുന്നത്. ഇതിന് വരുമ്പോൾ ഡ്യുവൽ ഡിപ് ട്രേ വരുന്നുണ്ട്. അതായത് 2 ഡിപ് ട്രേ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും തിളച്ച് ചാടിയാൽ എടുത്ത് വാഷ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. പക്ഷേ ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. കാരണം ഇതിനിടയ്ക്കൊക്കെ അഴുക്ക് കയറിയിരുന്നാൽ നിങ്ങൾ വൃത്തിയാക്കണം. അല്ലാതെ ഇത് തിളച്ച് ചാടി ഇതുള്ള പാലം മൊത്തം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അഴുക്കാവും. പക്ഷേ തുരുമ്പൊന്നും കയറത്തില്ല, കാരണം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ ഫിനിഷ് വരുന്നത്. അതുകൊണ്ട് തുരുമ്പോ കാര്യങ്ങളൊന്നും കയറത്തില്ല. പിന്നെ നമ്മൾ പാൻ സപ്പോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ പാൻ സപ്പോർട്ട് വരുന്നത് എനിക്ക് ഏറ്റവും ഭയങ്കര ദയനീയമായിട്ടുള്ള തോന്നിയ ഒരു കാര്യം ഇതിൻ്റെ പാൻ സപ്പോർട്ടാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര തിന്നാണ് പാൻ സപ്പോർട്ട്. ഈ ക്രൗൺ DT എന്ന് ഇതിന് പേര് വരാൻ കാരണം ഈ പാൻ സപ്പോർട്ടിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഒരു കിരീടം പോലെ ഇരിക്കുന്ന ഒരു ഡിസൈൻ ആയതുകൊണ്ടാണ്
ഇതിന് ആ ഒരു ഇത് വന്ന്. പക്ഷേ എങ്കിൽ പോലും വലിയൊരു കംപ്ലൈൻറ്റ് കാണിക്കുന്നില്ലെങ്കിലും ചില കസ്റ്റമറെങ്കിലും നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ പാൻ സപ്പോർട്ട് പെട്ടെന്ന് തുരുമ്പെടുക്കുന്നുണ്ടെന്ന്. പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന കസ്റ്റമറൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യുന്നത് വൃത്തിയല്ലാതെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. എങ്കിൽ പോലും ഇതൊരു കമ്പനിയുടെ ഡ്രോബാക്ക് തന്നെയാണ്. ഞാൻ എലീക്ക കമ്പനിയോട് ദയവ് ചെയ്ത് ഇത് മാറ്റിയിട്ട് കുറച്ചും കൂടെ കനമുള്ളൊരു പാൻ സപ്പോർട്ട് വിടുവാണെങ്കിൽ ഈ സ്റ്റൗവ് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ 10 ഇരട്ടി സെയിലാവും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഈ പാൻ സപ്പോർട്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇത് മാറ്റി നിങ്ങൾ ഒരു കാസ്റ്റൺ ഇതുപോലെ വരുന്നതോ നമ്മളിതിൽ കാണിച്ചിരുന്ന ഇതുപോലത്തെ പാൻ സപ്പോർട്ടാണ്, ഏതാ നമ്മുടെ ഫേവറിൽ കാണിച്ചത് ഈ സെയിം പാൻ സപ്പോർട്ടാണ്, ഇതുപോലെ തന്നെ വരും സ്ക്വയർ, ഇത്രയും കനമുള്ള പാൻ സപ്പോർട്ടാണ്. ഇത് കാസ്റ്റൺ അല്ല എങ്കിൽ പോലും നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതും ആക്കുവാണെങ്കിൽ സ്ക്വയർ ആക്കണമെന്നല്ല പറഞ്ഞ് ഈ ഒരു മെറ്റൽ മാറ്റിയിട്ട് നിങ്ങൾ കുറച്ചുകൂടെ കനമുള്ള മെറ്റൽ ആക്കുവാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഇനി സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഡ്രോബാക്ക് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പാൻ സപ്പോർട്ടാണ് ഇതിൻ്റെ ഡ്രോബാക്ക്. പക്ഷേ എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൗവാണ്. ഇതിൽ ബർണറുകൾ വരുമ്പോൾ മറ്റേ ഫേബറിന് വന്ന പോലെ തന്നെ ജംബോയ്, മീഡിയം, സ്മോള് അങ്ങനെയാണ് വരുന്നത്. 3 ബർണർ ആണെങ്കിൽ ഈ 3 ബർണർ വരും, ഒരു ജംബോയും ഒരു മീഡിയം ഒരു സ്മോളും. 4 ബർണർ ആണെങ്കിൽ 2 ജംബോയും ഒരു മീഡിയം ഒരു സ്മോളും വരും. അങ്ങനെയാണ് സാധാരണഗതിയിൽ വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ഇഗ്നേറ്റർ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചും കൂടി അടിപൊളി ഓട്ടോമാറ്റിക് ഇഗ്നേറ്റർ ഫേബറിൻ്റെ തന്നെയാണ്. കാരണം അത് ഉള്ളിൽ നിന്നാണ് ഓട്ടോമാറ്റിക് ഇഗ്നേഷൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് ഉള്ളിൽ നിന്നാണെന്നുള്ളതല്ല നല്ലതാവാനുള്ള കാരണം, അതിൻ്റെ ഇഗ്നേറ്റർ ഈ ടൈപ്പ് ഇഗ്നേറ്റർ അല്ല. അതിൻ്റെ ഇഗ്നേറ്റർ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലത്തെ ഇഗ്നേറ്ററാണ് വരുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഇഗ്നേറ്റർ കണ്ടോ, ഇത് കുറച്ചുകൂടെ സ്ട്രെങ്തബിൾ ആണ്, ഒടിയാനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവാണ്, ലീക്ക് ആവാനുള്ള ചാൻസസ് കുറവാണ്. അതേ സമയത്ത് ഇങ്ങനത്തെ ഇതാണെങ്കിൽ ഈ തുമ്പ് ഒടിഞ്ഞു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഈ ഒരു പാൻ സപ്പോർട്ടല്ല ഈ ഒരു ഇഗ്നേറ്ററിൻ്റെ. അപ്പോൾ അതും ഒരു ഡ്രോബാക്കാണ്. അതും കൂടെ മാറ്റിയാൽ ഇത് അടിപൊളി സ്റ്റൗ ആയിരിക്കും. പക്ഷേ എങ്കിലും അത്യാവശ്യം നല്ലതായിട്ട് വിൽക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ബില്ലിങ് നടക്കുന്ന ഒരു സ്റ്റൗവും കൂടെയാണത്. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ബർണറിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഫോക്ക് ബർണറാണ് കമ്പനി വിടുന്നത്. പക്ഷേ ഇത് പോയാൽ നമുക്ക് നോർമൽ ബർണർ വരെ ഇതിൽ അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഓട്ടോ ഇഗ്നിഷൻ ഇല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഒരു നല്ല കാര്യമായിട്ട് ഇതിന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പെട്ടെന്ന് റൗണ്ട് ചെയ്ത് പറയാൻ പറ്റുവാണെങ്കിൽ നല്ലതാണെന്ന് ഇതിന് പറയാനുള്ള കാരണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റൗവിലേക്ക് പോകാം. ഇത് 2ാം സ്ഥാനത്താട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 25,000 രൂപയാണ് MRP വരുന്നത്. ഫേബറിന് വരുമ്പോഴത്തേക്കിനും 17,000 രൂപയാണ് വരുന്നത്. ഇതിന് വരുമ്പോൾ 25,000 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ 3 ബർണർ വരുമ്പോൾ 22,000 രൂപയാണ് വരുന്നത്. പ്രൈസ് കുറച്ച് കൂടുതലാണ് എലീക്കയുടെ പ്രോഡക്റ്റ്. ഫേബർ വരുമ്പോൾ അത്രയും പ്രൈസ് വരുന്നില്ല. അപ്പം ഇത് നമുക്ക് 2ാം സ്ഥാനത്ത് വരുന്ന സ്റ്റൗ ആണ്. അടുത്ത നമുക്ക് 1ാം സ്ഥാനത്തേക്ക് വരുന്ന ആരാന്ന് കാണാം. അപ്പോൾ നമ്മുടെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന സ്റ്റൗവ് ഏറ്റവും നമ്മുടെ കേരളത്തിലെ ബ്രാൻഡായിട്ടുള്ള പ്യൂർ ഫ്ലെയിംസിൻ്റെ ആസ്റ്റർ 3B എന്ന് പറയുന്ന സ്റ്റൗ ആണ്. ഇതും 4 ബർണറിലും 3 ബർണറും 4 ബർണറിലും ഇത് അവൈലബിൾ ആണ്. ഇത് 1ാം സ്ഥാനം ആകുന്നതിൻ്റെ കാരണം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അടുത്ത 1ാം സ്ഥാനത്തെ സ്റ്റൗവിൻ്റെ ഫുൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ സ്റ്റൗവ് 1ാം സ്ഥാനത്തേക്ക് വരാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്ലാസിൻ്റെ തിക്നെസ് ആണ്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും, ഗ്ലാസ് നല്ല ഹെവി ഗ്ലാസ് ആണ്. അതായത് ഒരു ഹോബിൻ്റെ ഗ്ലാസ്സിന് പോലും അത്രയും തിക്നെസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഇത് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഒരു ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്ലാസ് പൊട്ടുന്ന ഒരു പേടി നമുക്ക് ഇതിനകത്ത് വളരെ റെയറാണ്. ഞങ്ങൾക്കൊന്നും ഇതുവരെ ഇത് ഗ്ലാസ് പൊട്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ സത്യം. പിന്നെ ബ്രാൻഡിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ പ്യൂർ ഫ്ലെയിംസ് എന്ന് പറയുമ്പം ഇന്ത്യൻ ബ്രാൻഡാണ്. ഇപ്പോൾ എലീക്ക ഫേബർ എന്ന് പറയുമ്പോൾ പുറത്തുള്ള ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് എലീക്ക ഫേബറിനോട് ഒരു വേറൊരു കമ്പം നമുക്ക് തോന്നാം. പക്ഷേ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ലുക്ക് വൈസ് നിങ്ങൾക്ക് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സ്റ്റൗവിൻ്റെ അതേ ഫീല് തന്നെയാണ് നിങ്ങൾക്ക് ഇതിനും വരുന്നത്. പക്ഷേ നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ സ്റ്റൗവിൻ്റെ ഏറ്റവും വലിയൊരു ലുക്ക് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു ഹൈബ്രിഡ് ഡിസൈനാണ്. അതല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഫ്ലെക്സി ഡിസൈനാണ്. അതായത് ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് നമുക്ക് ഇത് കണ്ട, ഇത് സ്ക്വയർ അല്ല ഇത് വരുന്നത്, ഒരു സ്കൂപ്പ് ടൈപ്പ്, ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് വരുന്ന ഒരു ഡിസൈനാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ലുക്ക് വൈസ് നമ്മൾ ഹോബ് ഗ്രാനൈറ്റ് കട്ട് ചെയ്യാതെ വെക്കുന്ന പല ഹോബുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് കണ്ട്, ഇതൊക്കെ ഗ്രാനൈറ്റ് കട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇതിനൊക്കെ കട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്നതാണെങ്കിലും നമുക്ക് കാണാൻ ഒരു ലുക്ക് വൈസ് വലിയ ഗുണമില്ല. അതേ സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ എലീക്കയുടെ ഈ ഹോബ് നോക്കിയാൽ കാണാം, ഇത് അതുപോലെ തന്നെ ഇതൊരു ഫ്ലെക്സി ഡിസൈനാണ്. കണ്ടോ, ഇങ്ങനെ വരുന്നത്. ഈ ഒരു സ്റ്റൗവിൻ്റെ ഹൈറ്റ് എന്തോരം ഉണ്ടോ അത്രയും തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു കുക്ക് ടോപ്പിനും
നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ആ ഒരു ഹോബിൻ്റെ അതുപോലെ തന്നെയാണ് കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസൈനിലുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഗ്ലാസ് ഒരു അടിപൊളി ഗ്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ ഗ്ലാസ് പൊട്ടുന്ന ചാൻസസ് വളരെ കുറവാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പാൻ സപ്പോർട്ട് ഭയങ്കര ഹെവി ആയിട്ട് ചെയ്തിട്ടുള്ളൊരു പാൻ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ പാൻ സപ്പോർട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് എന്താ പറയുക തുരുമ്പിച്ച് പോകും അങ്ങനെയൊന്നുമുള്ളൊരു പേടി നമുക്ക് വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഡിപ് ട്രേ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അത് ഞാൻ ഓൾറെഡി എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ എന്താ പറയുന്നത് തുരുമ്പോ കാര്യങ്ങളോ ഒന്നും എടുക്കത്തില്ലാത്ത സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള ഡിപ് ട്രേ ആണ് ഇതിന് വരുന്നത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബർണർ തന്നെയാണ്. ബർണർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ ബർണർ ഇതിൽ യൂസ് ചെയ്യാം. ഫോക്ക് ബർണർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നോർമൽ ബർണർ അത് വേണം ഞാൻ കാണിച്ചു തരാം. ഇതേ സെയിം തന്നെ എലിക്കയിലും ഉണ്ടായിരുന്നു. നോർമൽ ബർണർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൗ ആണ് എലിക്കയും. അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാനിപ്പോൾ നമ്മുടെ എലിക്കയുടെ നോർമൽ സ്റ്റൗ ആണിത്. ഇത് കണ്ടോ, എലിക്കയുടെ നോർമൽ സ്റ്റൗ ആണ്. ഇതേന്ന് ഞാനിപ്പോൾ ഒരു ഇതെടുത്തു, ഇതേ ഒരു നോർമൽ ബർണർ എടുത്തു. ഇനി നമുക്കിത് അതിൽ ഇട്ട് നോക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ ബർണർ ഞാൻ മാറ്റുന്നു. ഫോക്ക് ബർണർ മാറ്റി നോർമൽ ബർണർ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നു. കണ്ടോ, അതായത് ഒരു കാരണവശാലും നമുക്ക് ഭയങ്കര ഒരു ലോസ് സംഭവിക്കത്തില്ല. നിങ്ങൾക്ക് ബർണർ ഇടാനായിട്ട് ബർണർ കിട്ടില്ല എന്നുള്ള ആ ഒരു പ്രശ്നം പല ബ്രാൻഡുകളിൽ ഇപ്പോൾ വരുന്ന പ്രമുഖ ബ്രാൻഡുകളിലെല്ലാം ബർണർ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അതായത് കാണുമ്പോൾ നമുക്ക് ഒരുപോലാന്ന് തോന്നും, പക്ഷേ നമ്മൾ ഇടുന്ന സമയത്ത് ഈ ലിപ്പും ഇതിൻ്റെ ലിപ്പും തമ്മിൽ ജോയിൻ്റ് ആകാതെ വരും. അപ്പം നമുക്ക് ഇതിനകത്ത് കറക്റ്റ് സൂട്ട് ആകത്തില്ല. ആ ഒരു പ്രശ്നം എലിക്കയിലും ഇല്ല. എലിക്കയിൽ ഇപ്പം ഞാൻ കാണിച്ച സ്റ്റൗവിലും ഇല്ല, ഈ സ്റ്റൗവിലും ആ പ്രശ്നമില്ല. പിന്നെ എലിക്കയുടെ പോലെ തന്നെ വാൽവൊക്കെ വരുന്നത് ഇമ്പോർട്ടഡ് വാൽവാണ്. ഇതിലും വരുന്നത് സബാഫിൻ്റെ ഇറ്റാലിയൻ വാൽവാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്കിതിനകത്ത് തോന്നിയൊരു ഘടകം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നോബ് പ്ലാസ്റ്റിക് നോബാണ്. പക്ഷേ ആ പ്ലാസ്റ്റിക് നോബിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഹീറ്റ് ഈ നോബിലേക്ക് ഒരു കാരണവശാലും വരില്ല. അതൊന്നാണ്. രണ്ടാമത്തത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. കുറച്ചുകൂടെ ഒരു ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു നല്ലൊരു ഒരു എന്താ നോബ് ഇതിന് കൊടുക്കുമായിരുന്നെങ്കിൽ, അതായത് ഇപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ കുറച്ചുകൂടി ഒരു എലഗൻ്റ് ആയിട്ടുള്ള നോബ്, ഇപ്പോൾ ഈവൻ നമുക്ക് ഇങ്ങനത്തെയൊക്കെ നോബ് ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ ഇതൊക്കെ കൂടിയ നോബാണ്, അല്ലെങ്കിൽ ഈവൻ ഇതുപോലത്തെങ്കിലും നോബ് നിങ്ങൾക്ക് അതിൽ സപ്ലൈ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പം അത് നിങ്ങൾക്ക് തന്നെ മാറ്റാം. വേണമെങ്കിൽ പൈസ മുടക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നോബ് ചേഞ്ച് ചെയ്ത് വേറൊരു നോബിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കുറച്ചുകൂടി ഒരു നല്ല നോബ് വാങ്ങിക്കായിരുന്നു. പക്ഷേ ഇതിൻ്റെ വേറൊരു സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് 19,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അതിപ്പോഴാണ് വില കൂടിയത്. ഇതിന് ഏതാണ്ട് 14 രൂപ കണ്ട് വില ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ റീസെൻ്റ് ഈ ലോഡിലാണ് ഞങ്ങൾക്കൊക്കെ വില കൂടി കാണേണ്ടത്. അപ്പോൾ 19,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. MRP ആട്ടോ, ഇതെല്ലാം ഞാൻ പറയുന്നത് MRP ആണ്. നിങ്ങൾക്ക് നെഗോഷ്യബിൾ റേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രൈസിൽ ഈ ഒരു നെഗോഷ്യബിൾ റേറ്റിൽ എടുക്കാവുന്ന നല്ലൊരു സ്റ്റൗ ആണ്. ഈ ഒരു എന്താ പറയുന്ന ഈ ഒരു നോബ് ഇങ്ങനെ ആണെങ്കിലും ഇതൊരു ഡ്രോബാക്ക് ഒന്നും അല്ല. ഇതുവരെ അങ്ങനെ ആരും പൊട്ടിപ്പോയി കണ്ടിട്ടില്ല. എങ്കിൽ പോലും കുറച്ചും കൂടെ നല്ലൊരു നോബ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഒന്നാം സ്ഥാനത്ത് വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ലുക്ക്, കാണാനുള്ളൊരു ലുക്കും അതുപോലെ യൂസ് ചെയ്യാനുള്ളൊരു ഇതുമാണ്. ഒന്നാം സ്ഥാനത്തേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ വിലയും ഇതിൻ്റെ ഒതുക്കം, അതായത് സ്റ്റൗ ഭയങ്കര എന്താ പറയുന്നത് ഹോബ് ഇരിക്കുന്ന അത്രയും ഒരു 75 ഹോബിൻ്റെ അത്രയും സൈസേ വരുന്നുള്ളൂ. എന്നാൽ അത്യാവശ്യം ലുക്ക് വൈസ് കാണാൻ അടിപൊളിയാണ്, വലിയ പ്രശ്നമില്ല എന്നുള്ളതും ഒക്കെയാണ് ഇത് ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നത്. ബർണറിൻ്റെ ക്വാളിറ്റി, ഗ്ലാസിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെയാണ് ഒന്നാം സ്ഥാനത്തേക്ക് ഈ സ്റ്റൗ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത്. പിന്നെ പ്രൈസ് നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന പ്രൈസേ ഉള്ളൂ എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ മറ്റുള്ള രണ്ട് സ്റ്റൗവും കൊടുക്കുന്ന പോലെ തന്നെ ഇവരും 5 വർഷം ബർണറിനും ഗ്ലാസിനും വാറണ്ടി കൊടുക്കുന്നുണ്ട്. 2 ഇയർ പ്രോഡക്റ്റ് വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഇല്ലാത്തതും ഉള്ളതും ഉണ്ട് കേട്ടോ. ഈ 3 ബ്രാൻഡുകളിലും ഓട്ടോമാറ്റിക് ഉള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ എലിക്കാർഡ് ടൈപ്പ് ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത്. അപ്പം കുറച്ച് ഒരു ഇതാണ്, എന്നാലും അത്ര മോശമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓട്ടോമാറ്റിക് ഇതുവരെ ആരും നമ്മുടെ അടുത്ത് കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എങ്കിലും ഫേബറിൻ്റെ ഓട്ടോമാറ്റിക്കാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ബാക്കിയെല്ലാം നോക്കുമ്പോൾ ഇതാണ് അടിപൊളി സ്റ്റൗ എന്ന് പറയുന്നത്. അതായത് വില നോക്കിയാലും ശരി, അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ തിക്നെസ് നോക്കിയാൽ, അതല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുമ്പോൾ ഉള്ള ലുക്ക് വൈസുള്ള ആ ഒരു വ്യൂ നോക്കിയാൽ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതാണ് ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ പറ്റുന്ന സ്റ്റൗ. പിന്നെ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ് എന്നുള്ളത് വേറൊരു സത്യമാണ്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത്രയും സ്റ്റൗകളിൽ പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മൂന്നിൽ ഏത് സ്റ്റൗ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ സ്റ്റൗകൾ ഇഷ്ടംപോലെ ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ ഇങ്ങനെ നമ്മൾ മേളിലേക്ക് തുറന്നിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഫെസിലിറ്റി ഉണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിനൊക്കെ ഒത്തിരി ഡ്രോബാക്കുകളുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഇത് ഒരു സാധാരണക്കാരൻ വാങ്ങിച്ച് അവൻ പെട്ടുപോകരുത്, അങ്ങനെയുള്ള 3 സ്റ്റൗകളാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 3 സ്റ്റൗ നിങ്ങൾക്ക് ഏത് സ്റ്റൗ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. നല്ല സ്റ്റൗകളാണ്. പിന്നെ അതിന്റെ ഡ്രോബാക്കുകളൊക്കെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ 3 സ്റ്റൗവും അത്യാവശ്യം നല്ലതായിട്ട് സെല്ലായിക്കൊണ്ടിരിക്കുന്ന സ്റ്റൗകളാണ്, വലിയ കുഴപ്പമില്ലാത്ത സ്റ്റൗകളാണ്. അപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. ആ ഒരു ഓഫർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു എല്ലാം നിങ്ങൾ ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. പ്യൂർ ഫ്ലെയിംസ് ആൾക്കാർ ചോദിച്ചു തരാറുണ്ട്, ഫേബർ ആൾക്കാർ ചോദിക്കാറുണ്ട്. പിന്നെ ഫേബറിന്റെ സർവീസിനെ കുറിച്ചൊക്കെ ചിലർ പറയാറുണ്ട്. അതിപ്പോ ഫേബർ ആയാലും എലിക്ക ആയാലും എല്ലാത്തിലും ഇതുപോലെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന ഫേബർ, എലിക്ക, പ്യൂർ ഫ്ലെയിംസ്, ഇത്ര സ്റ്റൗകൾ നിങ്ങൾക്ക് ഇതിലേത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പൊ ലൈക്ക് ചെയ്യാനുള്ളവർക്ക് ലൈക്ക് ചെയ്യുക, മറക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, നമ്മള് എന്താ പറയുക, മറന്നുപോയി, സബ്സ്ക്രൈബ് ചെയ്യില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ടേക്ക് കെയർ.